നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ LDFന് കനത്ത തിരിച്ചടിയാണ് കിട്ടിയത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ജില്ലാ പഞ്ചായത്തുകളിലെ എടുത്താലും ബ്ലോക്ക് പഞ്ചായത്തുകളെടുത്താലും ഗ്രാമപഞ്ചായത്തുകളെടുത്താലും കോർപ്പറേഷനുകളെടുത്താലും മുനിസിപ്പാലിറ്റികളെടുത്താലും എല്ലാ തലത്തിലും UDFൻ്റെ മുന്നേറ്റം തന്നെ ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിർണായകമായ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൊണ്ടുപോവുകയും ചെയ്തു. തൃപ്പൂണിത്തുറയും പാലക്കാട് മുനിസിപ്പാലിറ്റികൾ BJP പിടിച്ചു. ഒട്ടനവധി പഞ്ചായത്തുകളും BJP പിടിച്ചു. പരമ്പരാഗതമായി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഗ്രാമപ്രദേശങ്ങളിൽ എപ്പോഴും മുന്നിട്ട് നിന്നിരുന്ന LDFന് ഇത്തവണ അടിതെറ്റി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം ഭരണവിരുദ്ധ വികാരം ശക്തമായി തന്നെ കേരളത്തിലുണ്ട് എന്ന് പതിയെ LDF നേതാക്കൾ മനസ്സിലാക്കി തുടങ്ങുന്നു. ഈ ഭരണവിരുദ്ധ വികാരത്തിനെതിരെ മുൻപും LDF എടുത്തു പ്രയോഗിച്ചിട്ടുള്ള ഒരു വസ്തുതയുണ്ട്. അത് മറ്റൊന്നുമല്ല, ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം. ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് കോൺഗ്രസിൽ നിന്നും LDFലേക്ക് മാറ്റിയാൽ വീണ്ടും ഒരു മൂന്നാം പിണറായി വിജയൻ സർക്കാർ പോസിബിളാണ് എന്ന് രണ്ടാം പിണറായി വിജയൻ സർക്കാർ തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നമ്പാടിയിരിക്കുമ്പോൾ എങ്ങനെ 4 ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാം എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കണ്ണുകൾ ബാംഗ്ലൂരിലേക്ക് പോയത്. അവിടെ ബാംഗ്ലൂർ നഗരത്തിലെ 2 കോളനികളിൽ ബുൾഡോസർ ആക്ഷൻ നടക്കുന്നു. അതായത് അവിടെ നിന്നും അനധികൃത കുടിയേറ്റക്കാരെ സർക്കാർ ഒഴിപ്പിക്കുകയാണ്. ആ കോളനികളുടെ പേര് നോക്കിയപ്പോഴാണ് ഒന്ന് ഫക്കീർ കോളനി, 2 വസീം ലേഔട്ട്. രണ്ടും മുസ്ലിങ്ങൾ തിങ്ങി നിറഞ്ഞ് പാർക്കുന്ന സ്ഥലങ്ങളാണ്, പാവപ്പെട്ട മുസ്ലിങ്ങൾ പാർക്കുന്ന സ്ഥലങ്ങളാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങ് വിധിയെഴുതുന്നു. അതിനുശേഷം ഒരു കിടിലൻ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തിറക്കുന്നു. ആ പോസ്റ്റിൽ പറയുന്നത്, ഉത്തരേന്ത്യയിൽ യോഗി ആദിത്യനാഥ് സർക്കാർ അതുപോലെ തന്നെ BJPയുടെ മറ്റ് സർക്കാരുകൾ ഇവരൊക്കെ ചെയ്യുന്നത് പോലെ ബുൾഡോസർ ആക്ഷൻ ഇതാ ദക്ഷിണേന്ത്യയിലും നടക്കുന്നു കൂട്ടുകാരെ. അത് നടത്തുന്നതാകട്ടെ കോൺഗ്രസ് സർക്കാരാണ്. നമ്മുടെ സിദ്ധരാമയ്യയുടെയും DK ശിവകുമാറിൻ്റെയും കോൺഗ്രസ് സർക്കാരാണ് കർണാടകയിൽ മുസ്ലിങ്ങൾക്ക് നേരെ ഇങ്ങനെ ബുൾഡോസർ ആക്ഷൻ നടത്തുന്നത്. പാവപ്പെട്ട മുസ്ലിങ്ങളെ ഒരു ദിവസം കൊടും തണുപ്പത്ത് തെരുവിലേക്ക് ഇറക്കി വിട്ടതിന് ശേഷം അവരുടെ പാർപ്പിടങ്ങൾ ഇങ്ങനെ ബുൾഡോസർ ഉപയോഗിച്ച് യോഗി സ്റ്റൈലിൽ ഇടിച്ചു നിരത്തുകയാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾ എവിടെ ചെന്ന് നിൽക്കും? നിങ്ങൾക്ക് മനുഷ്യത്വപരമായ ഒന്നുമില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ കോൺഗ്രസിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ വേട്ട ചെയ്യുന്നതിൽ കോൺഗ്രസ്സുമുണ്ട്, ആകപ്പാടെ നിങ്ങൾക്ക് ശരണം നൽകാൻ കഴിയുന്നത് അത് LDFന് മാത്രമാണ് എന്ന ഒരു സന്ദേശം. സംസ്ഥാനത്തെ 4 മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാനുള്ള അവസാനത്തെ ശ്രമമാണ്. പക്ഷേ ആ ശ്രമത്തിന് കനത്ത മറുപടി ഉരുളയ്ക്കുപ്പേരി പോലെ തിരിച്ചടി നൽകിയിരിക്കുകയാണ് കർണാടകയിലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ കൃത്യമായി തന്നെ പിണറായി വിജയനോട് പറയുന്നുണ്ട്, അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ മിണ്ടരുതെന്ന്. അതായത് പിണറായി വിജയന് ബാംഗ്ലൂരിലെ സാഹചര്യങ്ങൾ അറിയില്ല, ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞു തരാം. അതായത് ഇത്തരത്തിലുള്ള ഭൂമി കയ്യേറ്റം അത് ഒഴിപ്പിക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. ഇങ്ങനെ ആളുകളെ, പാവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ഭൂമി കയ്യേറുക, ഈ മാലിന്യവും മറ്റും കൊണ്ട് ഡംപ് ചെയ്യുന്ന പ്രദേശങ്ങൾ മുഴുവൻ ഇത്തരത്തിൽ കയ്യേറുക, അതിനുശേഷം ഈ കയ്യേറിയ സ്ഥലങ്ങളിൽ കോളനികൾ സ്ഥാപിക്കുക, ഈ കോളനികൾ പിന്നീട് ലാൻഡ് മാഫിയ സ്വന്തമാക്കുക, ഇതൊക്കെയാണ് കർണാടകയിൽ നടന്നു വരുന്നത്. ബാംഗ്ലൂർ നഗരത്തിൽ ഇത് അനുവദിക്കുകയില്ല. ഇത് ഞങ്ങൾ സർക്കാരിൻ്റെ ഭൂമി സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കുക മാത്രമാണ് ചെയ്തത്. അത് നിയമവിധേയമാണ്, അത് ഒരു സർക്കാർ ചെയ്യേണ്ടതുമാണ് എന്നാണ് DK ശിവകുമാർ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പിണറായി വിജയനെ പോലെ മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ എന്നാണ് DK ശിവകുമാർ ഇപ്പോൾ കൃത്യമായി മറുപടി നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് ബാംഗ്ലൂരിലെ സാഹചര്യങ്ങൾ അറിയില്ല, നിങ്ങൾ സർക്കാരിൻ്റെ ഭൂമി എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം. കാരണം മൂന്നാറിലും മറ്റും ഭൂമി കയ്യേറ്റം ഉണ്ടായപ്പോൾ ഒരിക്കൽ കമ്മ്യൂണിസ്റ്റ് നേതാവായ VS അച്യുതാനന്ദൻ തന്നെ പൊളിക്കാൻ ഇറങ്ങിയതാണ്. പക്ഷേ ചില സ്വകാര്യ വ്യക്തികളുടെ നെഞ്ചിലേക്ക് ആ ബുൾഡോസർ ചെന്ന് കയറിയപ്പോൾ അത് അവിടെ നിർത്തിവെച്ച് മടങ്ങിപ്പോരുകയാണ് നിങ്ങളുടെ സർക്കാർ ചെയ്തത്. എന്ന് പറഞ്ഞാൽ സർക്കാർ ഭൂമിയെ കയ്യേറ്റക്കാരിൽ നിന്നും രക്ഷിച്ചെടുക്കാനുള്ള, സംരക്ഷിക്കാനുള്ള ഇച്ഛാശക്തി പോലും ഇല്ലാത്ത സർക്കാരാണ് നിങ്ങളുടേത്. ആ സർക്കാരാണ് ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നത്. സത്യത്തിൽ ബുൾഡോസർ ആക്ഷൻ തുടങ്ങിയത് യോഗിയോ അതുപോലെ തന്നെ മറ്റ് ഉത്തരേന്ത്യൻ സർക്കാരോ ഒന്നുമല്ല, VS അച്യുതാനന്ദൻ സർക്കാരാണ് അതിനു മുമ്പ് തന്നെ
ബുൾഡോസർ ആക്ഷൻ തുടങ്ങിയത്. സർക്കാർ ഭൂമി സംരക്ഷിക്കേണ്ടത്, കയ്യേറ്റങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ചെയ്യാൻ നിവൃത്തിയില്ലാത്ത, നട്ടല്ലില്ലാത്ത ഒരു സർക്കാരാണ് നിങ്ങൾ. പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങളുടെ ഭൂമി സംരക്ഷിക്കും എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് കർണാടകയുടെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.